സൽസ്വഭാവത്തിന് അള്ളാഹു തആല കൊടുക്കുന്ന സ്ഥാനം എത്ര വലുതാണെന്നറിയോ? ആഖിറത്തിലെത്തുമ്പോ മീസാന് ഒരു അമലും ചെയ്യാത്ത ആളെ മീസാനും കാണാൻ മേലോട്ട് ഇങ്ങനെ വരുന്നത്. അപ്പൊ എന്താ സംഗതി എന്ന് ചോദിച്ചു നോക്കുമ്പോ അവരെ സൽസ്വഭാവം കൊണ്ട് മീസാന് കട്ടി കൂടിയതാണ്. നാളെ ആഖിറത്തിൽ മീസാനിൽ തുലാസിൽ കനം തൂങ്ങുന്ന ഒരു അമലാണ് അൽ ഖുലുഖുൽ ഹസൻ, നല്ല സ്വഭാവം. ഹസ്നുൽ ഖുലുഖ്, നല്ല സ്വഭാവമാണ്, നല്ല പെരുമാറ്റം. ആരോടും, പുറത്തുള്ള നാട്ടുകാരോട് മാത്രമല്ല, അകത്തുള്ള ആൾക്കാരോടും. അകത്തുള്ള ആൾക്കാരെന്ന് പറഞ്ഞാൽ മനസ്സിലായോ? ഭാര്യ മക്കളും, ഭാര്യമാരോടും മക്കളോടും ഓരോടൊക്കെ നല്ല പെരുമാറ്റം. പുറത്താള് നല്ല ഡീസന്റ് ആണ്, അകത്തെത്തിയ ആളാകെ പുലിയാണ്. അത് പറ്റൂല. അതല്ല, പുറത്താള് സൈലന്റ് ആണ്, എല്ലാരും പറയും സൈലന്റ് ആണ് ആള്, പക്ഷെ അകത്തെത്തി നോക്കുമ്പോ ആള് ചീറ്റപ്പുലിയാണ്. അവിടെ എത്തിയാൽ തന്നെ അപ്പുറത്തുള്ളവർ പറയും ആ പുരയിൽ ആള് വന്നിട്ടുണ്ടെന്ന് മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ ആകാൻ പാടില്ല. ആവശ്യത്തിനൊക്കെ ശ്രദ്ധിക്കണം, ആവശ്യത്തിനൊക്കെ ഒച്ചടണം. എപ്പോഴും ഒച്ചപ്പാടായാലും എങ്ങനെ? ഒച്ചപ്പാട് മാത്രമേ ഉണ്ടാവുള്ളൂ. എന്തെങ്കിലും ചെറിയ കാര്യങ്ങളൊക്കെ വരുമ്പോൾ ചിലപ്പോൾ ഒരു ഉറക്കൊക്കെ പറയലൊക്കെ ഉണ്ടാകും, ശകാര്യങ്ങളൊക്കെ ഉണ്ടാകും. അതോടെ തീരും. പിന്നെ അതിന്റെ വെറുപ്പും കാര്യങ്ങളൊന്നുമില്ല. ആ പറഞ്ഞ് ഉപദേശം കഴിഞ്ഞ് നല്ല സ്വഭാവത്തോടെ. നല്ല സ്വഭാവം എന്ന് പറഞ്ഞാൽ അതിന് പ്രധാനമായും 3 തലങ്ങളാണ് മേളിക്കേണ്ടത് നല്ല സ്വഭാവങ്ങൾക്ക്. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ഒന്നും പരത്തി പറയാൻ സമയമല്ല, ഞാൻ ചുരുക്കി പറയാം. 3 സ്വഭാവങ്ങൾ മേളിക്കണം. നല്ല ഹുസ്നുൽ ഖുലുഖിന് 3 കാര്യങ്ങൾ വേണം. ഒന്ന്, തുഅ്തി മൻ ഹറമക്, നിനക്ക് തടഞ്ഞവർക്ക് നീ അങ്ങോട്ട് കൊടുക്കുക. കഴിയോ? ഇങ്ങോട്ട് തരാത്തവർക്ക് അങ്ങോട്ട് കൊടുക്കാം. അതാണ് മനസ്സ് വേണ്ടത്. വിളിക്കാത്ത കല്യാണത്തിന് പോകുമോ? അങ്ങനെ പോകണം. ഞാനിവിടെ ആലോചിക്കുന്നത്, ഇത് വിഷയം പറഞ്ഞപ്പോൾ ഓർമ്മ എന്ന ബഹുമാനപ്പെട്ട അവേലത്ത് തങ്ങളെയാണ്. അള്ളാഹു ദർജ കൊടുക്കട്ടെ. തങ്ങളെ ചരിത്രം ശേഖരിക്കാൻ വേണ്ടി ഞാൻ അവിടെയാണല്ലോ ഓതിയത്. ബഹുമാനപ്പെട്ട ചെറിയ പിസ്താന്റെ എഴുത്ത്. അള്ളാഹു ഉസ്താദിന് ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കട്ടെ, നല്ല ഹിമ്മത്ത് ഇസ്സത്ത് അള്ളാഹു ഏറ്റി കൊടുക്കട്ടെ. അവ തങ്ങളെ അനുസ്മരണ ഗ്രന്ഥം ഇറക്കാൻ വേണ്ടി ചരിത്രം ശേഖരിക്കാൻ പോയപ്പോ ഒരു മാഷ് എന്നോട് പറഞ്ഞു, ജീവിതത്തിൽ ഞാൻ ഇതുപോലെ ഒരു വ്യക്തിയെ കണ്ടിട്ടില്ല. ആൾ ഇപ്പോഴും ഉണ്ടെന്ന് എനിക്ക് ഓർമ്മ. അദ്ദേഹം ഒരു മാഷാണ്, ഒരു അധ്യാപകനാണ്. അദ്ദേഹത്തിനോട് ഒരു അറബി മാഷ തോന്നുന്നുണ്ട്. എന്നോട് പറഞ്ഞു, വല്ലാത്ത ഒരു അനുഭവമാണ് തങ്ങളിൽ എനിക്ക് കിട്ടിയത്. ഞാനൊരിക്കൽ തങ്ങളെ വീട്ടിൽ ചെന്ന് ഇടക്കിടക്കിങ്ങനെ സംസാരിക്കണ കൂട്ടത്തില്, ഞാൻ ഒരു രാഷ്ട്രീയത്തിലൊരു പക്ഷത്താണ്, തങ്ങൾ വേറൊരു പക്ഷത്താണ്. അങ്ങനെ ഉണ്ടാവും, സ്വാഭാവികല്ലേ. അപ്പൊ എന്നെ ഒന്ന് ചൂടാക്കാൻ വേണ്ടി തങ്ങളൊന്നിങ്ങനെ ചെറിയൊരു ഡോസ് ഇങ്ങനെ എനിക്ക് തന്നു. എന്റെ രാഷ്ട്രീയത്തെ പറ്റി തങ്ങളൊന്നിങ്ങനെ ചൂടാക്കിയതാ എന്നെ, ഒരു തമാശക്ക്. അപ്പൊ എനിക്ക് നല്ലോണം ചൂടായി. തങ്ങൾ കാര്യത്തിലല്ല, തങ്ങൾ തമാശയില്ല. പക്ഷെ എനിക്ക് നല്ലോണം ചൂടായി. ഞാൻ ഇങ്ങോട്ട് പോന്നു. പിന്നെ കല്യാണം വന്നപ്പോ ഈ ചൂടില ഞാനുള്ളത്. ഞാൻ തങ്ങളെ വിളിക്കാൻ വിട്ടുപോയി, വിളിച്ചില്ല. പക്ഷേ കല്യാണം തുടങ്ങുമ്പോ 10 മണി ആകുമ്പോഴേക്ക് തങ്ങൾ കല്യാണപ്പുരയിലെത്തി. ഞാനങ്ങ് കരഞ്ഞുപോയി. നീ വിളിച്ചിട്ടില്ലെങ്കിലും ഞാൻ വരുന്നു തങ്ങളും. ഉണ്ടെങ്കിൽ അതൊരു സ്നേഹമാണ്, അതൊരു ബന്ധമാണ്. എപ്പോഴെങ്കിലും ഒരു വർത്താനം പറഞ്ഞു ചെയ്തിട്ട് ബന്ധം മുറിയൊന്നുമില്ല. ചൂടായി നേറ്റ് മുറിയണ ബന്ധാകാൻ പാടില്ല. ഒരിക്കൽ ചൂടായി, പിന്നെ ദുന്യാവെന്ന് രണ്ടാൾ നോക്കിയിട്ടില്ല, ആ ബന്ധമല്ല. ചൂടാകലൊക്കെ സ്വാഭാവികമായിട്ട് ജീവിതത്തിൽ ഉണ്ടാവൂലേ. ഒരിക്കലും വർത്തമാനം പറയും, ചൂടോട് പറഞ്ഞാണ്, പിന്നെ കുറച്ച് കഴിഞ്ഞാൽ തണുപ്പുണ്ടാവൂലേ. മനുഷ്യന്മാർ ചൂടും തണുപ്പൊക്കെ പ്രകൃതിപ്പെട്ടതല്ലേ. പിന്നെ നന്നാകണം, അങ്ങോട്ട് ചെന്ന് നന്നാകണം. ചൂടാക്കിയ ആളെന്നെ തങ്ങൾ രസമായിട്ട് ചൂടാക്കിയതാ. പക്ഷെ ആ തങ്ങളെ ഒരു മനസ്സ് നോക്ക് നിങ്ങൾ, അവരൊരു സ്നേഹം നോക്ക്, അവരൊരു സ്വഭാവം നോക്ക് നിങ്ങൾ. അവരെ ദർജ അല്ലാഹു ഏറ്റി കൊടുക്കട്ടെ. തങ്ങൾ 10 മണിയാകുമ്പോഴേക്ക് കല്യാണപ്പുരയിൽ വന്നപ്പോൾ ഞാൻ ആകെ അത്ഭുതപ്പെട്ടു പോയി. എല്ലാ കല്യാണങ്ങളും തങ്ങൾ ദ്വാരന്നിട്ട് തുടക്കം കുറിക്കും അവിടെ. ഞാനും, നിങ്ങൾ വിളിച്ചിട്ടില്ലെങ്കിലും ഞാൻ വരും. എന്താ വർത്താനം? നമ്മളാരെങ്കിലും പറയോ? നമ്മളെങ്ങനെ പറയാറോ? എന്നെ അങ്ങാടിനെ സിറ്റിന്നാ വിളിച്ചു, പുരയിലൊന്നും വിളിച്ചില്ല, അതുകൊണ്ട് പോകില്ല. നമ്മളാരാ സഹോദരങ്ങളെ? അവരാരാന്ന് കൂട്ടി നോക്ക്. അവരെത്ര ആരാധനയുള്ള മഹാന്മാരാ. നമ്മൾ പറയാം നമ്മളെ ഡിമാൻഡോണ്ട് ഞാൻ പോകൂല, എന്നെ ആ പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പോ അവിടുന്ന് വിളിച്ചത്, പിന്നെ നിന്നെ കാണാൻ എവിടെ വരണം? ആരാ നമ്മള്? എവിടുന്നെങ്കിലും വിളിച്ചാ പോരെ. അപ്പൊ പുരക്കാര് പറയാം, ഇവിടെ വന്നിട്ട് കത്ത് തന്നിട്ട് നിങ്ങളെ കാണാത്തോണ്ടാണ്. അതൊന്നും ശരിയാവൂല. നമ്മളാരാ? ആ വക ഡിമാൻഡ് ഒന്നും വേണ്ട സഹോദരങ്ങൾ. അതൊക്കെ നല്ല സ്വഭാവമല്ല. തുഴ്ത്തി മൻ ഹറമക്, തടഞ്ഞവർക്ക് കൊടുക്കാൻ കഴിയുക, ഇങ്ങോട്ട് തരാത്തവർക്ക് അങ്ങോട്ട് കൊടുക്കാനുള്ള മനസ്സ്. നമ്മൾ ചോദിച്ച ഒരാളോട്, അയാൾക്ക് നല്ല സമ്പത്തുണ്ടായിരുന്നു, പക്ഷെ അന്ന് തന്നില്ല. ഇന്ന് അയാൾ പരമദരിദ്രനാണ്, നമുക്കറിയാനുള്ള അവസ്ഥ. പക്ഷെ നമ്മൾ അങ്ങോട്ട് പോയി കൊടുക്കണം. നമ്മൾ ചോദിച്ചിട്ട് തരാത്ത വ്യക്തിയാണ് അന്ന്, പക്ഷെ അന്ന് നല്ലോണം ഉണ്ടായിരുന്നു. ഇന്ന് ആള് പരമദരിദ്രനാണ്, ദരിദ്രനാ നമുക്കറിയും. നമ്മളോട് വന്ന് ചോദിക്കണ്ട, നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോയി കൊടുക്കണം. അതാണ് ആ സ്വഭാവം. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. രണ്ടാമത്തത് തസ്വീലു മൻ ഖതഅക്, മുറിച്ച ബന്ധങ്ങളെ നീ ചേർക്കുക. മുറിഞ്ഞ ബന്ധങ്ങൾ നീ ചേർക്കുക. ഒന്ന് താഴ്ന്നു കൊടുക്കേണ്ടി വരും, പക്ഷെ അള്ളാഹിന്റെ അടുത്ത് താഴ്വിൽ ആള് വലിയ ഉയർച്ചയില്ല. ജനങ്ങൾ പറയും, നീ എന്തിനാ താഴ്ന്നു കൊടുത്തതെന്ന്. അവർ താഴ്ചയല്ലത്, അത് ഉയർച്ചയാണ്.
ഉയർച്ചക്ക് ഒരു താഴ്ച ഉണ്ടാവൂലേ? ഒരു താഴ്ച അല്ല, അത് ഉയർച്ചയാണ്. എവിടെയും അറ്റുപോയ ബന്ധങ്ങൾ ചേർക്കുക നല്ല സ്വഭാവമാണ്. എത്ര ബന്ധങ്ങളെയാണ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം ചേർത്ത് കൊടുത്തത്. തങ്ങൾ വഫാത്താകുമ്പോൾ മദീനയിലെ ഒരൊറ്റ കുടുംബം പിണങ്ങിക്കടിയുന്ന ബന്ധം മുറിച്ചൊരൊറ്റ കുടുംബമല്ല, എല്ലാവരെയും പൂരിപ്പിച്ച് മനസ്സിണക്കി സമാധാനത്തോടെ സാഹോദര്യത്തോടെ കോർത്തിണക്കിയിട്ടാണ് തങ്ങൾ ലോകത്തുനിന്ന് വിട വാങ്ങുന്നത്. തസ്വിലു മൻ ഖതഅക് തുഅ്തി മൻ ഹറമക് തഅഫു അമ്മൻ വലമക്. ആക്രമിച്ച ആളുകൾക്ക് മാപ്പ് കൊടുക്കുക. ചീത്ത പറഞ്ഞിട്ടുണ്ടാകും, അവർ ഇൽമു കുറവുണ്ടല്ലേ, ബുദ്ധിക്കുറവുണ്ടല്ലേ, വിട്ടുകൊടുക്കുക. അള്ളാഹു നമുക്ക് വിട്ടുതരൂലേ? ഓല ബുദ്ധിമോശം കൊണ്ടല്ലേ നമ്മൾ എന്തിനാ പുറത്തു തരൂല എന്ന് പറഞ്ഞത്? മെരിച്ചിയിൽ അയാൾക്ക് വിട്ടുകൊടുത്താൽ. അപ്പൊ ചിലർ മെരിച്ചിട്ടല്ലേ ഉള്ളൂ, മാഷറിലെത്തിയിട്ടില്ലല്ലോ, അവിടെ നോക്കാം. അല്ലാഹു റബ്ബി, അയാൾ മെരിച്ചിയില്ല, ഞങ്ങൾ പുറത്തു കൊടുത്താളി എന്ന് പറയുമ്പോഴേ ഈ പുറത്തു കൊടുക്കാനുള്ള ആള് ചോദിക്കുന്ന ചോദ്യമാണ്, മെരിച്ചിട്ടല്ലേ ഉള്ളൂ, മാഷറിലെത്തിയില്ലല്ലോ, അവിടെ നോക്കാം. അപ്പൊ ഇയാളൊക്കെ രേഖ ഒക്കെ റെഡിയാക്കി നിൽക്കാണ് മാഷറിൽ മറ്റാളെ ചോദ്യം ചെയ്യാനായിട്ട്. അള്ളാഹു നമുക്ക് മാപ്പ് തരണ്ടേ? അക്രമികൾക്ക് മാപ്പ് കൊടുക്കുക. ഇതാണ് സൽസ്വഭാവത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തലങ്ങൾ.